ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കി അല്ലേ. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിലൊരു ചെറിയ ഭാഗമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എന്തൊക്കെ വരും എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു, ഇൻട്രോ പറഞ്ഞു അല്ലെ. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിപ്പോ നമ്മുടെ അക്കൗണ്ട്സിലാണെങ്കിലും ബാക്കി ഏത് കാര്യത്തിലാണെങ്കിലും സ്പ്രെഡ്ഷീറ്റ് എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ ജോബിന് പോകുന്നവരായിരിക്കും. അപ്പൊ അവര് ചിലപ്പോ ഇതുപോലുള്ള ഷീറ്റുകൾ യൂസ് ചെയ്യുന്നത് കാണാം. ഡാറ്റ കീപ്പ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊമേഴ്സ് ആണ്. അപ്പൊ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് യൂസ് ആവുന്നത്, എന്താണ് അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, എന്താണ് സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റ് മാത്രമല്ല, അതിന് പല കമ്പനീസ് ആയിട്ട് നമുക്ക് സ്പ്രെഡ്ഷീറ്റുകൾ ഉണ്ട്. ഓക്കെ, പല കമ്പനീസിന്റെ സ്പ്രെഡ്ഷീറ്റുകൾ ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലിബ്ര ഓഫീസ് കാൽക്കിന്റെ സ്പ്രെഡ്ഷീറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അല്ലാതെയും നമുക്ക് വേറെ സ്പ്രെഡ്ഷീറ്റ് കമ്പനീസിന്റെ സ്പ്രെഡ്ഷീറ്റുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ എക്സാമ്പിൾസ് പറഞ്ഞു വരുമ്പോൾ പറയാം. ബേസിക്കലി സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് ലിബ്ര ഓഫീസ് കാൽക്ക് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. റോസും കോളംസും വരുന്ന ഒരു ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു പേപ്പറിൽ നമ്മൾ വരച്ചിടാറുണ്ട് അല്ലെ. ഇപ്പോൾ ഒരു കോളം റോ ആയിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യൂ. നമ്മളിപ്പോ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നിങ്ങളോട് പറയും, ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു ടേബിൾ വരയ്ക്കൂ. അപ്പൊ അതിനകത്ത് നമ്മൾ റോയും വരയ്ക്കും കോളവും വരയ്ക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഇതുപോലെ റോസും കോളംസും അടങ്ങിയ ഒരു ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനാണ് ഈ സ്പ്രെഡ്ഷീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ്, കാൽക്കുലേറ്റ് ആൻഡ് കമ്പയർ ന്യൂമറിക്കൽ ഓർ ഫിനാൻഷ്യൽ ഡാറ്റ. നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനോ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഒരു ഷീറ്റ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ആക്ച്വലി ലിബ്ര ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഷീറ്റാണ്, സ്പ്രെഡ്ഷീറ്റ് ആണ്. ഇതുപോലെ നമുക്ക് വേറെ പല കമ്പനീസിന്റെയും സ്പ്രെഡ്ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനീസ് ഒക്കെയാണ്. ഓരോ കമ്പനീസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതൊന്നും നമ്മളിപ്പോൾ അറിയണ്ട. എങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുക, ഇത് എങ്ങനെ സ്പ്രെഡ്ഷീറ്റ് ത്രൂ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആക്കാൻ പറ്റുക, എങ്ങനെ ഇതിനകത്ത് ഡാറ്റ കീപ്പ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് റോസും കോളംസും അടങ്ങിയ ഒരു ഷീറ്റിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ABCD ഇങ്ങനെ പോകുന്നതിനെ ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയാ, കോളം എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ നമ്മൾ കോളം എന്ന് പറയും. താഴോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ റോസ് എന്ന് പറയും അല്ലെ. ഇതിനെ നമ്മൾ എന്ത് പറയും? റോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റോസും കോളംസും അടങ്ങിയതിനെയാണ് നമ്മൾ ഒരു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ടേബിൾ എങ്ങനെയാണോ വരച്ചുണ്ടാക്കുന്നത് അതേപോലെ ഉണ്ടല്ലേ കാണാൻ. നമ്മുടെ ഡാറ്റാസ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കാനും, ഇപ്പൊ നമുക്ക് കാൽക്കുലേഷൻസ് അക്കൗണ്ട്സിലൊക്കെ നിറയെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആക്കുന്നതിനൊക്കെ നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എങ്ങനെയൊക്കെയാണ് ഈ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതൊക്കെ, എന്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡാറ്റ റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് ഇതിൽ കാൽക്കുലേഷൻസ് വരിക എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ റോനെ നമ്മൾ വേർട്ടിക്കൽ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയും? കോളം എന്ന് പറയും. വേർട്ടിക്കൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ.
ഹൊറിസോണ്ടൽ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയും? റോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസും കോളംസും അടങ്ങിയ ഷീറ്റിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. റോസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെക്ടേഴ്സ് ആണ്, കോളംസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ വെക്ടേഴ്സ് ആണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റാസ് റെക്കോർഡ് ചെയ്യാനും കാൽക്കുലേഷൻസ് ഈസി ആക്കാനൊക്കെ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു ബേസിക് ഐഡിയ കിട്ടി എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന്, അല്ലെ? സ്പ്രെഡ്ഷീറ്റിനെ നമ്മൾ വർക്ക് ഷീറ്റ് എന്നും കൂടെ പറയും. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് ഷീറ്റ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വർക്ക് ഡാറ്റ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഈ ഒരു ഷീറ്റിനെ നമ്മൾ എന്ത് പറയും? വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വർക്ക് ഷീറ്റിന് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിന് എക്സാമ്പിൾസ് ഒന്ന് ഞാനിപ്പോ പറഞ്ഞ സോഫ്റ്റ്വെയർ തന്നെ ലിബ്ര ഓഫീസ് കാൽക്ക്. നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ നമ്മൾ പഠിക്കുന്നത് യൂസ് ചെയ്യുന്നത് ലിബ്ര ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അല്ലാതെ പൊതുവേ കണ്ടുവരുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ എക്സൽ. ഓക്കെ, എക്സൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ്, അങ്ങനെ നിറയെ സോഫ്റ്റ്വെയർസ് നമുക്ക് എന്തില് സ്പ്രെഡ്ഷീറ്റിന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികവും ലിബ്ര ഓഫീസ് കാൽക്ക് യൂസ് ചെയ്യുന്നത്. പൊതുവെ ബാക്കി നമ്മളിപ്പോ ഒരു വർക്കിന് കയറുന്ന സമയത്തൊക്കെ നമ്മൾ അധികം MS ഓഫീസിന്റെ എക്സൽ, മൈക്രോസോഫ്റ്റിന്റെ എക്സൽ ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലിബ്ര ഓഫീസ് കാൽക്കുലസ് സ്പ്രെഡ്ഷീറ്റിന്റെ എക്സാമ്പിൾ ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ എക്സൽ നമ്മുടെ സ്പ്രെഡ്ഷീറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ്, ഇതൊക്കെ നമ്മുടെ എന്താണ്? സ്പ്രെഡ്ഷീറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു 1, 2, 3 എക്സാമ്പിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഒരു 2, 3 എക്സാമ്പിൾ നിങ്ങൾ എക്സാംസിന് എഴുതണമല്ലോ, അപ്പൊ അതിനു വേണ്ടി പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പ്രെഡ്ഷീറ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ വന്നിട്ട് ഈസി കാൽക്കുലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ഡാറ്റ റെക്കോർഡ് ചെയ്യാനും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ് ഈസി കാൽക്കുലേഷൻസ്. ഇപ്പൊ നമുക്ക് ന്യൂമറിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ്. ഇപ്പൊ നമ്മൾ എന്താ സാധാരണ നമ്മളൊരു ബുക്കിൽ ഞാൻ നേരത്തെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു അല്ലെ, നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ അക്കൗണ്ട്സ് നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ അക്കൗണ്ട്സിന്റെ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ വർക്ക് ഡാറ്റാസ് നമ്മൾ മാനുവലി നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാൾ ഈസി ആണ് നമുക്ക് എന്തില് ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ആ വർക്ക് ഡാറ്റയുടെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റിലൂടെ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് ഈസി കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്താണ്? ഡാറ്റ ക്യാൻ ബി പ്രസന്റഡ് ഇൻ ചാർട്ട്സ് ഓർ ഡയഗ്രാം ഫോർ ഈസി അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യാനും കാൽക്കുലേഷൻസ് ചെയ്യാനുമാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡാറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ നമ്മളൊരു സ്കൂളിലെ ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ മാർക്കിന്റെ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു സ്കൂളിലെ ഡാറ്റ നമ്മൾ എങ്ങനെയാ കീപ്പ് ചെയ്യുക? ഇപ്പൊ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഒരു 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഞാൻ ഇവിടെ എൻട്രി ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പൊ ഇതിനെ നമ്മൾ ഇവിടെ കുറച്ച് കുട്ടികളുടെ പേരുണ്ടാവും, മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? ഡാറ്റ എന്ന് പറയും, അല്ലെ? ഈ ഡാറ്റ നമുക്ക് ഒരേ പേരുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരിക്കാം, ഒരേ മാർക്കുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ആവറേജ് മാർക്ക് എത്രയാണ്? ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ട്സും ഡയഗ്രാംസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് ആർക്കാണ്, ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഏതാണ്? ഇപ്പൊ 50-ലാണെങ്കിൽ 45 കിട്ടിയ ഒരു കുട്ടിയുണ്ട്, അപ്പൊ 45 ആണോ? ഇപ്പൊ കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിനെ കുറച്ചും കൂടി ഈസി ആക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ചാർട്ട്സ് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റയെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഫീച്ചർ എന്താണ്? ഡാറ്റ ക്യാൻ ബി പ്രസന്റഡ് ഇൻ ചാർട്ട്സ് ഓർ ഡയഗ്രാംസ് ഫോർ ഈസി അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഈസി അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ചാർട്ട്സും ഡയഗ്രാംസും ഒക്കെ യൂസ് ചെയ്യാൻ ഈ സ്പ്രെഡ്ഷീറ്റ് ത്രൂ നമുക്ക് സാധിക്കും. അടുത്ത ഫീച്ചർ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫങ്ഷൻസ് ടു ക്രിയേറ്റ് ഫോർമുല ടു പെർഫോം കാൽക്കുലേഷൻസ് ഓൺ ഡാറ്റ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈസി കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ ഒരു 2-3 പേരുടെ പേരും മാർക്കും അടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ 3 ആളുടെ പേരുണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ ഒരു 25 15 ഏകദേശം ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒരു കണക്കിടുകയാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്കിത് ഫോർമുല ഫങ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളൊരു ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, 3 സബ്ജക്റ്റിന്റെ മാർക്ക്, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. എങ്ങനെ ഇതിനെ നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഫീച്ചർ ഒന്നാണ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫങ്ഷൻസ് ടു ക്രിയേറ്റ് ഫോർമുല ടു പെർഫോം കാൽക്കുലേഷൻസ് ഓൺ ഡാറ്റ. നമ്മൾ കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമുല വേണ്ടേ? നമ്മൾ ഓൾറെഡി നമ്മൾ മാനുവലി ചെയ്യുമ്പോഴൊക്കെ ഫോർമുലാസ് വെച്ചിട്ടാണല്ലേ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് എന്താ, ഫോർമുല ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇനി ഫോർമുല ഫങ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോരുത്തരുടെയും മാർക്ക് തന്നിട്ടുണ്ട് അല്ലെ. മലയാളത്തിലും മാത്സിലും ഇംഗ്ലീഷിലെയും മാർക്ക് ഓരോരുത്തരുടെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നമ്മൾ ടോട്ടലാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ടോട്ടൽ കാണുന്നത്? നമ്മൾ ഈ 3 മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ കാണുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, ഫോർമുല ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കാണാം അല്ലെ. ഇതാണ് ഫോർമുല ഫംഗ്ഷൻ. ഞാനിപ്പോ മൗസ് പോയിന്റർ വെച്ചിരിക്കുന്നത് ഫോർമുല ഫംഗ്ഷനിലാണ്. അപ്പൊ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതാ കാണാം, സമ്മ്, ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ അല്ലേ കാണേണ്ടത്. അപ്പൊ നമുക്ക് സം ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ജസ്റ്റ് എവിടെയാണോ നമുക്ക് സമ്മ് കാണേണ്ടത്, അതായത് ഇപ്പൊ ടോട്ടലിൽ എനിക്ക് അശ്വതിയുടെ സമ്മാണ് ഞാനിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആ ഒരു അശ്വതി എന്ന് പറയുന്ന ആ ഒരു റോന്റെ ടോട്ടലിന്റെ കോളത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എവിടെയാണോ നമുക്ക് കാണേണ്ടത് ആ ഒരു റോ അല്ലെങ്കിൽ ആ ഒരു കോളം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഫോർമുല ഫംഗ്ഷനിൽ സം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തപ്പോ തന്നെ കണ്ടോ, നമുക്ക് അവിടെ സമ്മിന്റെ ഫംഗ്ഷൻ അവിടെ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ 3 സബ്ജക്റ്റിന്റെ സമ്മാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്, ഈക്വൽ ടു സം ബ്രാക്കറ്റില് C3:E3 എന്ന് വന്നിട്ടുണ്ട്. എന്താണ് ഈ C3:E3? C3 എന്ന് പറയുന്നത് മലയാളത്തിന്റെ മാർക്കും E3 എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ മാർക്കാണ്. അപ്പൊ മാത്സിന്റെ മാർക്ക് എവിടെ? ഓക്കെ, C3 തൊട്ട് E3 വരെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ C3 എന്ന് പറയുന്നത് മലയാളത്തിന്റെ, ഇതൊരു സെല്ലാണ്. സെൽ എന്താണ്, ഇപ്പൊ സെൽ നെയിം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ കാണുന്നതാണ്. അപ്പൊ നമുക്ക് നമ്പർ അല്ല, അല്ലെങ്കിൽ ആ ഒരു മാർക്കല്ല ഇവിടെ വരുന്നത്, പകരം ആ സെൽ നെയിം ആണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ C3 തൊട്ടിട്ട് E3 വരെയുള്ളതിന്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഫോർമുല ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ എന്തായി, ഫോർമുല ജനറേറ്റ് ചെയ്തു അല്ലെ. ഇനി ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ടോട്ടൽ മാർക്ക് നമുക്ക് ഇവിടെ വന്നു. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ആളുടെയും എന്താ ചെയ്യാ, ഫോർമുല ഫംഗ്ഷനിൽ പോയിട്ട് സമ്മ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സമ്മിൻ്റെത് കാണാം. അപ്പൊ കണ്ടോ, C4 to E4 എന്ന് വന്നു അല്ലെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരാളുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്കിൽ എന്തായി, അടുത്ത ആളുടെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി, ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫോർമുല ഫംഗ്ഷൻ ഇവിടെയും ജനറേറ്റ് ആയിട്ട് വരും. ഓക്കെ, കണ്ടോ, ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ഒരു കോളത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും നമ്മൾ എന്ത് ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാം. അപ്പൊ നമുക്ക് ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്ത് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡ്രാഗ് ചെയ്ത് ഇട്ടപ്പോ നമുക്ക് സെയിം അതേ ഫംഗ്ഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയൊക്കെ വന്നത് അല്ലെ. അപ്പൊ ഇതിപ്പോ C4 to E4 എന്നുള്ളത് വന്നു. നമുക്ക് വേണം ഇപ്പൊ C4 to E4 അല്ല, നമുക്ക് വേറെ ഏതെങ്കിലും സെല്ല് ഇവിടെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. E5 അല്ലെങ്കിൽ E6 ഒക്കെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ E4ലാണ് നിൽക്കുന്നത് അല്ലെ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സെല്ലിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ സെല്ലും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ E4 വരെയാണ് നമുക്ക് വേണ്ടത്, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ഇതിന്റെ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 തരത്തിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ഒരാളുടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാവരുടെയും സമ്മ് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, സം എന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സം എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഫോർമുല ഫംഗ്ഷനിൽ പോയിട്ട് നമുക്ക് സം എന്ന് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു
സം എന്ന് അടിച്ചു കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നമുക്ക് കാണാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈക്വൽ ടു സം എന്നിട്ട് കൊടുത്ത് ഞാൻ ഇനിയിപ്പോ മൊത്തം 3 പേരുടെയും ഇംഗ്ലീഷിന്റെ ടോട്ടൽ മാർക്കാണ് ഞാനിപ്പോ കാണുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഈക്വൽ ടു സം എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോ സെല്ലായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഇതുവരെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ E3 to E5 എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 3 പേരുടെയും ഇംഗ്ലീഷിന്റെ ടോട്ടൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലെയും നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഫോർമുല ഫംഗ്ഷനിൽ പോയിട്ട് സം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട്, എത്രത്തോളം ഈസി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡ്ഷീറ്റിലൂടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഫോർമുല ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ 3 ഫീച്ചേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഫീച്ചർ എന്താണ്, ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ, അറേഞ്ച് ആൻഡ് ഫിൽട്ടർ ഡാറ്റ. ഞാൻ പറഞ്ഞു നമുക്ക് കാൽക്കുലേഷൻസ് ഈസി ആക്കണം, ഡാറ്റ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണോ ഒരു ഡാറ്റ ഉണ്ടാവുക? നമ്മളിപ്പോ ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ഡാറ്റ ഉണ്ടാവുള്ളൂ? അല്ല, ഒരുപാട് ക്ലാസ്സിന്റെ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് LKG തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ LKG തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഡാറ്റ നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. ഓരോരുത്തരുടെയും ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം, അല്ലെ? എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ നമുക്കിപ്പോ +1 എന്നുള്ള ഒരു ക്ലാസ്സിലെ ഡാറ്റ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇപ്പൊ ഇത് +1ലെ ഡാറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 3 പേരെല്ലാം ഉണ്ടാവുക, ഇത്രയും കുട്ടികളുണ്ട്, ഒരു 10-60 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഡാറ്റയിൽ നമുക്ക്, അപ്പൊ ഞാൻ അക്ഷയ് എന്ന് പറയുന്ന പേര് മാത്രം ചിലപ്പോ 2-3 കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ എനിക്ക് അവരെ മാത്രം, അക്ഷയ് എന്ന് പറയുന്ന ആ കുട്ടീനെ മാത്രം എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ആ കുട്ടിയുടെ മാർക്ക്, ആ കുട്ടികളുടെ, അക്ഷയ് എന്ന് പറയുന്ന കുട്ടികളുടെ മാർക്ക് 3 കുട്ടികളാണെങ്കിൽ ആ 3 കുട്ടികളുടെ ആവറേജ് മാർക്ക് കാണണം. ഇതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഉള്ള ഓപ്ഷൻ നമുക്ക് എന്തിലുണ്ട്, സ്പ്രെഡ്ഷീറ്റിലുണ്ട്. അതേപോലെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഇതിപ്പോ നമ്മൾ ഡാറ്റ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഒരു ഫയലിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞത്, നമുക്ക് ഈസി കാൽക്കുലേഷൻസ് ആണ്. ഇപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നതെന്ന് കണ്ടു അല്ലെ? ഈസി കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻസിന് നമ്മൾ എന്ത് ഫോർമുല ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഫോർമുല ഫംഗ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഞൊടിയിടയിൽ നമുക്ക് എന്താ കാൽക്കുലേഷൻസ് നടക്കും. പിന്നെ എന്താണ്, ഇപ്പൊ ഒരു ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ, ഇപ്പൊ വെറുതെ ജസ്റ്റ് നോക്കി നമുക്ക് അനലൈസ് ചെയ്യുന്നതിനേക്കാൾ നമുക്കൊരു ചാർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആയിട്ടോ നമുക്ക് മാറ്റിയെടുത്ത് നമുക്ക് വേഗത്തിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെ? സ്റ്റുഡന്റിന്റെ പേരിൽ തന്നെ പല, അപ്പൊ അക്ഷയ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരിൽ അക്ഷയ് S എന്നുള്ളതാണ് ഇനീഷ്യൽ എന്ന് വിചാരിക്കും. ഈ അക്ഷയ് S എന്നുള്ള കുട്ടി തന്നെ ഒരു 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫിൽട്ടർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇനിയിപ്പോ അക്ഷയ് S, വേറൊരു കുട്ടി അക്ഷയ് R, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അക്ഷയ് S നെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര ഈസി ആക്കാൻ പറ്റുമോ അത്രയും ഈസി ആക്കിയിട്ട് നമുക്ക് സ്പ്രെഡ്ഷീറ്റിലൂടെ നമുക്ക് ഡാറ്റ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ 4 എണ്ണം പറഞ്ഞു, 4 ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി നമുക്കൊരു ലാസ്റ്റ് ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ആ ഫീച്ചർ എന്താണ്, ഡാറ്റ വാലിഡേഷൻ ഫീച്ചർ. ഡാറ്റ വാലിഡേഷൻ ഫീച്ചർ ക്യാൻ ബി യൂസ്ഡ് ടു ഗെറ്റ് ദ എക്സാക്ട് ഡാറ്റ. അതായത് ഇപ്പൊ നമുക്ക് ഡാറ്റ, പലതരത്തിലുള്ള ഡാറ്റാസ് ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ക്ലാസ്സിലെ തന്നെ ഒരു 3-4 അശ്വതി അല്ലെങ്കിൽ 3-4 അക്ഷയ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ അക്ഷയിൽ നിന്നും നമുക്ക് ആരെയാണോ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിനെ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ എക്സാക്ട് ആ ഡാറ്റ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ്, ഡാറ്റയിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് കണ്ടെത്താൻ എന്തുകൊണ്ട് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ 5 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തിയറി എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ എന്തായാലും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. നമുക്കതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്, അപ്പൊ സ്പ്രെഡ്ഷീറ്റ് എന്തിനാന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാം ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരും എന്നുള്ളത്. എന്താണ് സ്പ്രെഡ്ഷീറ്റ്? ഒരു ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിനും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ലിബ്ര ഓഫീസ് കാൽക്ക് ആണ്. അതിന് എക്സാമ്പിൾസ് വേറെ എന്തൊക്കെയുണ്ട്, MS Excel ഉണ്ട്, ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ് ഉണ്ട് അല്ലെ? അപ്പോൾ
ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ഈസി കാൽക്കുലേഷൻസ് ആണ്. ഈസി കാൽക്കുലേഷൻസിന്റെ ഒപ്പം തന്നെ നമുക്ക് അടുത്ത ഫീച്ചർ എഴുതാം. എന്ത്? നമ്മൾ ഫോർമുല ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു. അതേപോലെ അടുത്തത് എന്താണ്? ഡാറ്റ അനലൈസ് ചെയ്യാൻ നമുക്ക് ഡയഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ ചാർട്ട് ആയിട്ടോ നമുക്ക് ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ഡാറ്റകളെ ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ അവൈലബിൾ ആണ്. ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? ലാസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് ഡാറ്റയിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഡാറ്റ നമുക്ക് എക്സാക്ട് ഏത് ഡാറ്റയാണോ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ ഡാറ്റ നമുക്ക് ഇതിനകത്ത് നിന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പൊ എന്താണ് സ്പ്രെഡ്ഷീറ്റ്, എന്താണ് സ്പ്രെഡ്ഷീറ്റിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. സോ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.